ശ്രീ ബിനോയ്, 2018 പ്രളയ ദുരന്തം മുൻനിർത്തിയാണ് ദുരിതബാധിതരെ സഹായിക്കാൻ ഇത്തരം ഒരു പദ്ധതിയുമായി വരുന്നത്. അപ്പോൾ ദുരിതാശ്വാസം എന്നതിലുപരി അവിടെ ഒരു പുനരധിവാസം എന്നതായിരുന്നു ലക്ഷ്യം. നോർത്ത് പറവൂർ MLA കൂടിയായ VD സതീശൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിൽ എടുത്തുകാട്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിൻ്റെ പ്രളയബാധിതരെ ഒന്നാം ഘട്ടം പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ പദ്ധതി. എന്നാൽ അത് അവരിൽ മാത്രമായി ഒതുങ്ങി എന്ന ഒരു വശത്ത് ആരോപണം. തുടർ പദ്ധതികളൊന്നും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും കണ്ടില്ല. ഏതായാലും അന്ന് VD സതീശൻ പറഞ്ഞു ഇതൊരു സോഷ്യൽ ആക്ഷൻ പ്രോജക്റ്റാണ്, കമ്മ്യൂണിറ്റി ബോണ്ട് റിസ്ക് ഡിസാസ്റ്റർ സ്ട്രാറ്റജി പ്ലാൻ ആണ് എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കുറേ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്കത് ഞാനതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുകയും ചെയ്യാം. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു. ബിനോയ്, ഈ ഇത് റിവർ മാനേജ്മെൻറ്റിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളുടെ നേതൃത്വത്തിലാണ് ഈ റിസ്ക് ലഘൂകരണ പഠനം നടന്നത് എന്നൊക്കെയാണ് പുറത്തു വന്നത്. പദ്ധതി പ്രകാരം 441 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് നിർമ്മിക്കുക. ഇതൊക്കെ ഡിസാസ്റ്റർ പ്രൂഫുകളാണ് എന്നൊക്കെ പറഞ്ഞാണ്. ഏതായാലും 280ഓളം വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. ഇതിന്റെ മുഴുവൻ കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാകുമോ? ബഹുമാന്യനായ നമസ്കാരം. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് തന്നെ പറയുന്നുണ്ട് അതിന്റെ കണക്കെല്ലാം പുറത്തുവിടാൻ തയ്യാറാണെന്ന്. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ CPM-ഉം പിണറായി വിജയനും രാഷ്ട്രീയം കുതിരക്കച്ചവടം നടത്തുകയാണ്. അതായത് ഓരോ ഇലക്ഷനുകൾ വരുമ്പം ആ ഇലക്ഷൻ സമയത്ത് ഓരോ കേസുകൾ പ്രതിപക്ഷ നേതാക്കളുടെ പേരിൽ ഓരോ അനാവശ്യ കേസുകൾ കൊണ്ടുവരിക. കഴിഞ്ഞ 6 വർഷമായി പിണറായി വിജയനായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും. അല്ല, പക്ഷെ അങ്ങനെ ഒരു ആരോപണം എന്ന രീതിയിൽ അത് പറഞ്ഞു പോകാൻ കഴിയുമോ? കേന്ദ്ര അനുമതി ഇല്ലാതെയാണ് ഈ പദ്ധതി നടപ്പിലായത് എന്നതാണ് ആദ്യത്തെ ഒരു പ്രധാന പ്രശ്നം. കേന്ദ്ര അനുമതിയില്ലാതെ നടപ്പിലാക്കി എന്ന് പറയുന്നു. FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം അത് CBI അന്വേഷണം നടത്തണമെന്നാണ് ശുപാർശ. ഇപ്പോൾ ഈ വിദേശ ധനവിനിമയ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കുറ്റകൃത്യമാണോ? അത് ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതല്ലേ, പരിശോധിക്കേണ്ടതല്ലേ, കണ്ടെത്തപ്പെടേണ്ടതല്ലേ? അതെ, ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. വിദേശ നിയമപ്രകാരം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞെടുത്ത് തന്നെ ഞങ്ങൾ പറയും ഇതൊരു ഇലക്ഷൻ ഗമിക്കായിട്ടാണ് ഞങ്ങൾ കണക്ക് കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഒരു വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് അങ്ങനെ അതിനൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു പരസ്യ സംവാദത്തിന് വന്ന് ഇതാണ് ഇത്ര പണം ശേഖരിച്ചിരിക്കുന്നു, ഇത്ര പണം കിട്ടി, ഇത്ര വീടുകൾ ചെയ്തു, തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇങ്ങനെ ഞങ്ങൾ ഇത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞു വരുമോ? അതോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് പറഞ്ഞ് സ്വാഭാവികമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് അങ്ങനെ ഉറപ്പായിട്ടും പ്രതിപക്ഷ നേതാവ് അക്കമിട്ട് നിരത്തും. രണ്ടാമത് ഞങ്ങളിപ്പോഴും പറയുന്നത് ഇലക്ഷൻ ഒരു ഇലക്ഷൻ ഗമിക്കായിട്ടാണ് CPM കാണുന്നത്. എനിക്ക് 1 മിനിറ്റ് ഞാൻ പറഞ്ഞു അവസാനം. അതായത് CPM നാളിതുവരെ CBI-യെ കൂട്ടിലിട്ട തട്ട് എന്ന് പറഞ്ഞ ആ CPM-നോടും പിണറായി വിജയനോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ഓലപ്പാമ്പ് കാട്ടി. ഞങ്ങൾ നേതാക്കന്മാര് പറഞ്ഞ കൃത്യ മറുപടിയാണ്. ഓലപ്പാമ്പ് കാട്ടിക്കൊണ്ട് പിണറായി വിജയനും റിയാസും ഗോവിന്ദൻ മാസ്റ്ററും ഒന്നും ഞങ്ങളുടെ നേർക്ക് വരണ്ട. ഞങ്ങളെ കൃത്യമായി അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ആരോപണം വന്നാൽ അത് വിജിലൻസ് അന്വേഷിച്ച് അത് CBI-ക്ക് വിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുന്നതിൽ എന്താണ് തെറ്റെന്താണ്? അത് അങ്ങനെ വിടുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ 6 വർഷവും ചെയ്യാതെ ഇലക്ഷൻ പരിവാദക്കൾ വന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു, ഇന്ന് പിണറായി വിജയൻ പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കണക്ക് കൂട്ടുമ്പോൾ കേരള ജനതയ്ക്ക് എന്താണ് CPM എന്നും എന്താണ് പിണറായി വിജയൻ എന്നും കേരള ജനതയ്ക്ക് അറിയാം. അതുകൊണ്ട് വീണ്ടും തുടങ്ങിയടുത്ത് പറയും ഇത് ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തേണ്ട. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവർ ഈ വരുന്ന നിയമസഭാ ഇലക്ഷന് ഉറപ്പായും UDF-ന് 115 സീറ്റ് വാങ്ങി അധികാരത്തിലിരിക്കുമ്പോൾ. എന്നോടൊപ്പം ജയരാജൻ കൂടി ചേരുന്നുണ്ട് കാടാമ്പുഴയിൽ നിന്ന്. ശ്രീ ജയരാജൻ, ഇതൊരു ഓലപ്പാമ്പാണോ? ഇത് കണ്ട് പ്രതിപക്ഷ നേതാവ് ഭയക്കും എന്ന് ഞാനും വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സുതാര്യമായ ഒരു അന്വേഷണം എല്ലാ വിഷയത്തിലും ഒരു പരാതി ഉണ്ടെങ്കിൽ നടക്കേണ്ടതല്ലേ? നമസ്കാരം സാറേ. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മൂപ്പര് വെല്ലുവിളിച്ചതാണ്.